ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിനിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അകത്ത് വേലായുധം കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പറയാം അവനോട്. മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം. എരപ്പാളിത്തരം കാണിച്ച് അകത്ത് ചുരുണ്ടുകൂടി കിടക്കല്ലേ വേണ്ടത്. അമ്മാവനപ്പുറത്ത് അമ്മയോടും മുത്തശ്ശിയോടും വഴക്കടിക്കുന്നു. ആ 27,000 ഇപ്പൊ തന്നെ വേണമെന്ന്. ആട്ടി കൊണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കണ്ടത് സ്വപ്നമായിരിക്കുമെന്ന്. ഏട്ടനെ എന്ത് സ്വപ്ന കണ്ടേ? നിന്റെ കല്യാണം ഒരു ഡോക്ടറടി കെട്ടിയത്. ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കി. ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം. ഏത് 27,000 അയക്കപ്പോ കൊടുക്കേണ്ടത്? ഏട്ടൻ ഗൾഫിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി വാങ്ങിയത് അത്രേ. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. ഏട്ടൻ ഞങ്ങൾക്ക് അന്യനാണോ? അന്യം തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ. എടാ, മരിച്ചുപോയി അങ്ങനെ തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്? ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്. എന്ത് റീറ്റി? ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരെ. വിസ തരാമെന്ന് പറഞ്ഞവൻ മുങ്ങി. അത് അവന്റെ കുറ്റാണോ? ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം. അമ്മാവനെന്ന് നിൽക്കുന്നത് ഇരിക്കാലോ? വേണ്ട, നീ എന്നെ ഇരുത്തണ്ട. വാങ്ങിയ പണം അന്തസ്സായിട്ട് തിരിച്ചു തന്നാൽ മതി. ഞാൻ പോയിക്കൊള്ളാം. കുറച്ച് പണം വാങ്ങിയതിന് പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലോ ഞങ്ങളുടെ മുമ്പിലോ അമ്മാവന് ഒരു വില ഉണ്ടാവില്ല. അമ്മാവനൊരു അന്തസ്സേട് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല. ഒന്നുമില്ലെങ്കിലും അമ്മണിയെങ്കിലും ഞാൻ ഓർക്കണ്ടേ? ദേ ഒറ്റ തൊഴി. അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ നീ എന്റെ കുട്ടി ഒന്ന് തൊടിക്കണ ശങ്കര. മുത്തശ്ശി, അമ്മാവൻ തൊഴിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മണിക്കുട്ടിയുടെ അച്ഛനല്ലേ? ഒരു മരുമകൻ എന്റെ മോളുടെ ദേഹത്ത് മനസ്സ് വെച്ചിട്ടുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ശങ്കരൻകുട്ടി മേന ആരാണെന്ന് അപ്പ അറിയും. എന്താടാ പറഞ്ഞത്? നിന്റെ മോള് ബിഎക്ക് എങ്ങനെയാ തോറ്റത്? പരീക്ഷ പേപ്പറിൽ ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായുധം കുട്ടി നിരത്തി അങ്ങോട്ട് എഴുതി വെച്ചിട്ടല്ലടാ തോറ്റത്. അത് സംഗതി നേരാ. അങ്ങനെ അവള് ബിഎക്ക് രണ്ടാമതും തോറ്റത്. ഓഹോ. ഏട്ടൻ നിന്ന് പോണുണ്ടോ? പണം എങ്ങനെയെങ്കിലും തരാം. ഒന്നുമില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടെങ്കിലും തരാം. അതിന് വിൽക്കണമെന്നില്ല. തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം. വീടിന്റെ 3/4 ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെയാ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു, അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നോ? എന്താ എന്നെ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട. ഈ വീടും പുരയോടും ഇനി എന്റെ കസ്റ്റഡിയില. അത് തന്നെ സംഭവം. താൻ ഈ മീശി വെച്ച് ആരപ്പിണ്ടം വെക്കാനെ പോണേ? നമ്മുടെ കൊച്ചുണ്ണിയല്ലേ? എന്താ കൊച്ചുണ്ണി ചത്ത? അല്ല, നാളെ മതി 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 മതി. താൻ വേഗം പോയിട്ട് ആധാരം എഴുതാരം വിളിച്ചോണ്ട് പോവാ. ഇത് ഇന്ന് തന്നെ എഴുതണം. അങ്ങോട്ട് പോടോ. ഇപ്പൊ എന്താ ഇവിടെ ചെരുപ്പ് ഒരു മരക്കെഴുങ്ങാൻ.